ഹലോ, we're ദേവൈഷ്, ദേവിക ആൻഡ് വൈശാഖ്. ഇത് സ്പെഷ്യൽ വ്ലോഗാണ് കേട്ടോ. ബിക്കോസ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. എനിക്ക് സ്ട്രോബെറി, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി പോലുള്ള ബെറീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ അതിന്റെ പിക്കിങ്ങിനാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ ഭയങ്കര ചൂടാണ്. പൊതുവെ ചൂട് ക്ലൈമറ്റ് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. ഞാൻ ഇനി എത്ര വെയിലും ഉണ്ടാലും സാരമില്ല, സ്ട്രോബെറി പിക്കിങ്ങിനല്ലേ പോകുന്നത് എന്ന് വിചാരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ പോകുന്നത്. സൺസ്ക്രീൻ ഒക്കെ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിലല്ലേ കരിഞ്ഞു പോകും. പൈതവ എൻ്റെ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇത് ഞാൻ അബുദാബി പോയ സമയത്ത് എൻ്റെ ഏച്ചി എനിക്ക് വാങ്ങി തന്നതാണ്. എൻ്റെ ഈ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടമാണ്, നല്ല രസമല്ലേ കാണാൻ. അപ്പം നമ്മൾ ഇറങ്ങി, നമ്മൾ പോകുന്നത് ഡൗണീസ് ഫാമിലേക്കാണ്. നമുക്കൊരു 10 minutes ഡ്രൈവ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഇപ്പം നല്ല ഭംഗിയാട്ടോ കാണാൻ. മൊത്തത്തിലൊരു ഹരിതാപും പച്ചപ്പും ഒക്കെയാണ്. അങ്ങനെ നമ്മൾ ഡൗണീസിലെത്തി. വലിയ ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടുന്ന് ഒരു ബാസ്ക്കറ്റ് വാങ്ങാൻ കിട്ടും. ആ ബാസ്ക്കറ്റ് നിറയുന്നത് വരെ നമുക്കതിൽ ബെറീസ് ഫില്ല് ചെയ്യാം. ബാസ്ക്കറ്റ് മാത്രമല്ല കേട്ടോ, നമ്മുടെ വയറ് നിറക്കലാണല്ലോ മെയിൻ. അതും ഇവിടുന്ന് നമുക്ക് ചെയ്യാം. അൺലിമിറ്റഡ് ആയിട്ട് എത്ര ബെറീസ് വേണമെങ്കിലും നമുക്ക് പറിച്ച് കഴിക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറിച്ചത് ബ്ലൂബെറി ആയിരുന്നു. പുളിയൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലായതുകൊണ്ട് പഴുത്ത ബ്ലൂബെറീസിനേക്കാൾ എനിക്കിഷ്ടമായത് പച്ച ബ്ലൂബെറീസ് ആണ്. പിന്നെ നമ്മൾ റാസ്ബെറി കളക്ട് ചെയ്യാൻ പോയി. അവിടെ ഇതേപോലെ തന്നെ പഴുത്ത റാസ്ബെറീസിനേക്കാൾ എനിക്കിഷ്ടമായത് പച്ച റാസ്ബെറീസ് ആണ്. നമ്മളെ മൾബെറി ഒക്കെ ഇല്ലേ, മൾബെറീസിൻ്റെയൊക്കെ ഒരു സിമിലാരിറ്റി ഉണ്ട് ഈ ഒരു പച്ച റാസ്ബെറിക്ക്. വൈഷു ഭയങ്കര സിൻസിയറായിട്ടാണ് കേട്ടോ പിക്ക് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ നേരെ തിരിച്ചായിരുന്നു. ഞാൻ കൂടുതലും കഴിക്കുകയാണ് ചെയ്തത്. പിക്കിംഗ് ഒക്കെ വളരെ കുറവായിരുന്നു. ഞാൻ പിക്ക് ചെയ്ത കുറച്ച് റാസ്ബെറീസ് ആണ് ഞാനിപ്പോൾ കൊണ്ടിടുന്നത്. കഴിച്ച ഒന്നും പോരാതെ ഞാൻ പിക്ക് ചെയ്തതിൽ നിന്നും കുറേ എടുത്ത്. വെറുതെ എന്നല്ലല്ലോ, നല്ലോണം അധ്വാനിച്ചിട്ടല്ലേ. നിങ്ങൾക്കറിയോ, ചെറുപ്പത്തിൽ എനിക്കുണ്ടായിരുന്ന ഒരു ഫാൻറ്റസിയാണ് ഇപ്പോൾ റിയാലിറ്റി ആയി മാറി. ഞാനിങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു പണ്ട്, ഐസ്ക്രീം ലാൻഡ്, ചോക്ലേറ്റ് ലാൻഡ്, സ്ട്രോബെറി ലാൻഡ് ഒക്കെ ശരിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു എന്ന്. പക്ഷെ അവിടെ നമുക്കൊരു ഡിസപ്പോയിൻമെന്റ് ഉണ്ടായി. നമ്മൾ വിചാരിച്ച അത്ര സ്ട്രോബെറീസ് അവിടെ ഉണ്ടായിരുന്നില്ല. ഉണ്ടായത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. കിട്ടിയതൊക്കെ നല്ലതായിരുന്നു. പക്ഷെ നെക്സ്റ്റ് ഇയർ എന്തായാലും എനിക്ക് കുറച്ചും കൂടി സ്ട്രോബെറീസ് ഒക്കെ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ കയ്യിലും ഡ്രസ്സിലും ഒക്കെ കുറച്ച് സ്റ്റെയിൻസ് ഒക്കെ ആയി, കുറച്ച് ടാനൊക്കെ ആയി. നമ്മുടെ ഈ വർഷത്തെ ബെറി പിക്കിംഗ് അവിടെ കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. അൺടിൽ ദെൻ ബൈ.